കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് പ്രത്യേകിച്ച് മുള്ളരിങ്ങാട് മേഖലയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത ഒരവസ്ഥയാണുള്ളത്. കേവലം 3 വഴികൾ മാത്രമാണ് പ്രധാനമായിട്ട് മുള്ളരിങ്ങാട് മേഖലയിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് ഉള്ളത്. അതിൽ ഒരു വഴി എന്ന് പറയുന്നത് ഇവിടുത്തെ PWD വകുപ്പിൻ്റെ കാര്യക്ഷമത ഇല്ലായ്മ മൂലം ആ റോഡ് മുഴുവൻ പൊളിഞ്ഞു കിടക്കുകയാണ്. മറ്റ് 2 വഴികളും നമ്മളിപ്പോൾ ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്ന മുള്ളരിങ്ങാട് തലക്കോട് വഴി ഉൾപ്പെടെയുള്ള ഒന്ന്, പൈങ്ങോട്ടൂരിൽ നിന്ന് ചാത്തമറ്റം വഴിയുള്ള വഴി മറ്റൊന്ന്, ഈ 2 വഴികളിലും കഴിഞ്ഞ 2-3 വർഷമായിട്ട് നിരന്തരം കാട്ടാനകളുടെയും മറ്റ് വന്യജീവികളുടെയും ശല്യത്തിലാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങളായിട്ടുള്ള ആളുകൾ. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാത്രിയിൽ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ വാഹന ഡ്രൈവർമാർക്ക് ഭയമാണ്. ഇവിടെ മുള്ളരിങ്ങാട് നിന്നും തൊടുപുഴയിലും മറ്റ് കോതമംഗലത്തും മൂവാറ്റുപുഴയിലൊക്കെ വന്ന് പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ബൈക്കിലോ മറ്റു വാഹനങ്ങളിലോ തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് രാത്രി ഒരല്പം വൈകിട്ടുണ്ടെങ്കിൽ സ്വന്തം വീടുകളിലേക്ക് തിരിച്ചു പോകാനും രാവിലെ അതോടൊപ്പം തന്നെ അവരുടെ ക്യാമ്പസുകളിലേക്ക് പോകാനും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു കാര്യം കൂടി പറയാതെ വയ്യ, ഇവിടുത്തെ സർക്കാരും അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഇന്നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു വനത്തിലൊരു തീ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ ഉപയോഗിച്ചിട്ട് അവർ തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. ഇവിടെ ഒരു ആന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ആനയെ ഓടിക്കുവാൻ വേണ്ടിയിട്ട് യാതൊരു രീതിയിലുള്ള ട്രെയിനിങ്ങും കിട്ടാത്ത സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആ ആളുകളെ ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകൾ ആന ഓടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ശാസ്ത്രീയമായിട്ട് പഠനം നടത്താതെ ഏതെങ്കിലും രീതിയിലുള്ള റിസർച്ചുകൾ ചെയ്യാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം സംസ്ഥാന സർക്കാരും കൊണ്ടുപോകുന്നത് എന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഏകദേശം 600 കോടിയോളം വരുന്ന രൂപയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര വനംവകുപ്പ് കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടുള്ള പണം അവർ ലാപ്സ് ആക്കിയിട്ടുള്ളത്. 2021 മാത്രം 148 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ചിട്ടും ഏകദേശം 60 കോടിയോളം രൂപ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കി പണവും ലാപ്സായി പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, മുള്ളരിങ്ങാട്ടെ സാധാരണക്കാരായിട്ടുള്ള കേരളത്തിൻ്റെ വനമേഖലകളിൽ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മൃഗങ്ങളോടൊപ്പം തന്നെ, മൃഗങ്ങൾ വേണ്ട എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം മൃഗങ്ങളുടെ സ്ഥലം മൃഗങ്ങൾക്ക്, മനുഷ്യൻ്റെ വാസസ്ഥലം മനുഷ്യന്. മൃഗങ്ങൾ മനുഷ്യൻ്റെ വാസസ്ഥലങ്ങളിലേക്ക് പോകുവാനും പാടില്ല, മനുഷ്യൻ മൃഗങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്ക് പോകേണ്ടതും ആവശ്യമില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ നടക്കുന്നത് മൃഗങ്ങൾ മനുഷ്യൻ്റെ വാസസ്ഥലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു അവസ്ഥയാണ്. ജനങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. അതോടൊപ്പം തന്നെ ഈ മുള്ളരിങ്ങാട് പോലെയുള്ള മേഖലകളിൽ മനഃപൂർവ്വമായിട്ടുള്ള ഒരു കുടിയിറക്കം കൂടി നടക്കുന്നുണ്ട്. അത് നിങ്ങൾ മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് കൂടിയുണ്ട്. മലയോര മേഖലയിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ടും ജനങ്ങൾ കുടിയിറങ്ങിപ്പോകുന്നു. അതിന് ഇവിടുത്തെ സർക്കാരിൻ്റെ ഒത്താശയുണ്ടോ, മറ്റേതെങ്കിലും ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ബഹുമാനനായിട്ടുള്ള മാധ്യമങ്ങളോട് ഞാനൊരു റിക്വസ്റ്റ് കൂടി നടത്തുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ തലമുറകളായിട്ട് കഴിഞ്ഞ 10-40 വർഷത്തോളം ഇവിടെ മറ്റേതെങ്കിലും രീതിയിലുള്ള വന്യമൃഗങ്ങളുടെ പ്രശ്നമോ ആക്രമണമോ ഉണ്ടായിട്ടില്ല. ഈ ആക്രമണങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഈ അടുത്തയിടയ്ക്കാണ്. അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുന്നതോടൊപ്പം ഇന്ന് ഈ മേഖലയിൽ ആദ്യമായിട്ടൊരു ചെറുപ്പക്കാരൻ്റെ ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടുവാൻ വേണ്ടിയിട്ടുള്ളത്, ഈ നിമിഷം വരെ ആ ചെറുപ്പക്കാരൻ്റെ നിരാലംബരായിട്ടുള്ള നിർധരരായിട്ടുള്ള കുടുംബങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആശ്വാസ സഹായ ധനം നൽകാൻ വേണ്ടിയിട്ട് ഇതുവരെ തയ്യാറായിട്ടില്ല. അടിയന്തരമായിട്ട് നാളെ തന്നെ ഈ മരണപ്പെട്ടുള്ള ചെറുപ്പക്കാരൻ്റെ കുടുംബാംഗങ്ങൾക്ക് സഹായ ധനം സർക്കാർ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇവിടെ ആശുപത്രിയിൽ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചികിത്സ സർക്കാർ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിനും സഹായധനം കൊടുക്കുക വേണം. അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട ഈ ആനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിന് അടിയന്തരമായിട്ട് സർക്കാർ ജോലി നൽകാൻ വേണ്ടിയിട്ട് കൂടി തയ്യാറാവണം. അതില്ലെങ്കിൽ ഈ മുള്ളരിങ്ങാട്, ഈ തൊടുപുഴ, ഇടുക്കി ജില്ല കണ്ടിട്ടില്ലാത്തതിൽ വലിയ രീതിയിലുള്ള സമരങ്ങളുമായിട്ട് BJP മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും.